ഭൂതേജ വർത്തമാനേജ സമയേജ ഭവിഷ്യതി. നിങ്ങളുടെ ഭൂതം വർത്തമാനം ഭാവി ഞാൻ പറയും. A few moments later. കൊല്ലം പുത്തൂരിൽ ബാധ ഒഴിപ്പിക്കാനെത്തിയ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ ജോൽസിനെതിരെ പോക്സോ കേസ്. അതായത് ശരിക്കും ഗ്രഹഗോളങ്ങൾക്കിടയിൽ വന്ന ഒരു സ്ഥാനമാറ്റം, അതോടൊപ്പം ചന്ദ്രന്റെ പുറത്തു വന്ന ഒരു വലയം. ഇനി ഒന്നും നോക്കണ്ട, അവരെ കണ്ടിങ്ങനെ വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബുവാണ് അറസ്റ്റിലായത്. മുരാരി തന്ത്രി എന്ന് പെണ്ണ് കേസിലകത്തായേ, പ്രായം കുറഞ്ഞൊരു പെണ്ണെ പീഡിപ്പിച്ച കേസിലിന്നെ 5 മണി 15 ഈ ഒരു 5:30-6 മണി സമയത്താണ് ഈ സംഭവം. ഒരുപാട് സൂത്രങ്ങളുണ്ട് ഇവന്റെ കയ്യിൽ. ഒരു പൂജയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അകത്തേക്ക് വിളിച്ച് ഇദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും ഈ പീഡനം സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം അറിയുന്നു. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അതുപോലെ തന്നെ ചാരായം വാറ്റ്, ഇങ്ങനെ വാറ്റും പ്രശ്നമായി കേസായി. അതുപോലെ തന്നെ അന്ന് തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്തും പല സ്ത്രീപീഡന കേസുണ്ടായി. നാട്ടുകാരെല്ലാം കൈവക്കി ഒരുപാട് അടിയൊക്കെ കൊണ്ട് ഇദ്ദേഹം കുറെ നാൾ ഒളിവിലായിരുന്നു. ഇതൊക്കെ കേസായി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നേനെ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിനെ ഇവിടെ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ, പ്രത്യേകിച്ച് മന്ത്രി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് വലിയ ബന്ധമുണ്ട്. അവരാണ് ഇദ്ദേഹത്തെ സംരക്ഷിച്ചു പോകുന്നത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രം. ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്, കേരളം അറിയാത്ത രഹസ്യം. ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് നടന്ന ആളാണ്. നീ ഇതാരോടും പറയുന്നു വേണ്ട കേട്ടോ. കൊട്ടാരക്കര സ്റ്റാൻഡില് ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഥാപ്രസംഗം നടത്താതെ മുരാരി തന്ത്രി എന്ന് പെണ്ണ് കേസിലകത്തായേ, പ്രായം കുറഞ്ഞൊരു പെണ്ണെ പീഡിപ്പിച്ച കേസിലിന്നെ